ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ സിനിമ റിവ്യൂസും തിയേറ്റർ റിവ്യൂസും ഇടുന്നത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ചത്ത പച്ച എന്നുള്ളൊരു മൂവി കാണാനാണ് വന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഏരിയസ് ഫ്ലെക്സിൽ ഈ മൂവി കാണാനായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ട്രെയിലർ തന്നെ ഒരു ക്യാമിയോ കാണിച്ചിട്ടുണ്ടല്ലോ. ആ ക്യാമിയോനെ കാണാൻ അതുപോലെ തന്നെ എനിക്ക് ട്രെയിലർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഏരിയസ് ഫ്ലെക്സിൽ ഫസ്റ്റ് ഷോ FDS എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കിനി എന്താ പറയാം, ഈ സിനിമയിൽ ബാക്കിയുള്ള ആക്ടേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ അർജുൻ അശോകൻ, നമ്മുടെ റോഷൻ മാത്യൂസ്, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ ഇനി ഇൻ്റർവെല്ലാകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും നമുക്കിനി തിയേറ്ററിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. നമുക്കിനി സിനിമയുടെ ഇൻ്റർവെല്ലാവട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഗൈസ്, അപ്പോൾ ഞാൻ ഓഡിയോണിൽ കയറിയിരിക്കുകയാണ്. ഞാനാണ് ആദ്യം കയറിയത്. അപ്പോൾ ഷോ ഹൗസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ ആദ്യം വന്നുകൊണ്ട് ഞാൻ ആദ്യമേ കയറി അങ്ങ് ടിക്കറ്റ് എടുത്തങ്ങ് ഇരുന്നു. ടിക്കറ്റെല്ലാം ഓൺലൈൻ വഴി ബുക്ക് ചെയ്തു. അപ്പോൾ ആദ്യമേ ഞാൻ കയറി അങ്ങ് ഇരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇൻ്റർവെല്ലായിട്ട് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ക്യാമിയോ എപ്പോഴാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഹാഫിലാണോ സെക്കൻഡ് ഹാഫിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ പറയാം. അങ്ങനെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഹാഫ് കണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്താ പറയുക, എനിക്ക് നല്ല ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് കഥ എങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ, മറ്റേ പണ്ടത്തെ നമ്മുടെ WWE ഒരു ഫൈറ്റ് ഇല്ലേ, റെസ്ലിംഗ്, ആ ഒരു ടൈപ്പ് സ്റ്റോറി കഥ ബേസ് ചെയ്താൽ പോകുന്നത്. അപ്പോൾ ഈ ഇതിനകത്ത് മെയിൻലി എറണാകുളം ആ സൈഡിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. എറണാകുളം മട്ടാഞ്ചേരി സൈഡിലാണ് കഥ നടക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ലാങ്ങും ആ ടൈപ്പിലെ കഥ പോകുന്നത്. അപ്പോൾ അവരുടെ ലൈഫിലേക്കാണ് നമ്മുടെ ഇവിടെ ഈ എറണാകുളം മട്ടാഞ്ചേരി താമസിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മുടെ ഇതിനകത്ത് കഥാപാത്രങ്ങളായ അർജുൻ അശോകനും ബാക്കിയുള്ള ടീംസൊക്കെ. അപ്പോൾ അവരുടെ ബേസിലാണ് ഈ കഥ പോകുന്നത്. അപ്പോൾ അവരുടെ ലൈഫിലേക്ക് ഈ WWE എന്നുള്ള ഫൈറ്റ് അവർ ഏറ്റെടുത്ത് അവർ അവസാനം ആ നാട്ടിൻ പ്രദേശം ഈ ഒരു ഫൈറ്റ് റെസ്ലിംഗ് എന്നുള്ള സംഭവം ഫേമസ് ആക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കഥ പോയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് നല്ല എൻഗേജിംഗ് ആയിട്ട് പടം തോന്നി. അതുപോലെ ഡയറക്ഷൻ ആയാലും മ്യൂസിക് ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അതുപോലെ തന്നെ എഡിറ്റിംഗ് ആയാലും സിനിമാറ്റോഗ്രാഫിയിലും നല്ല ഗംഭീരമായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്ഷൻ വന്നിട്ടുള്ള ചെയ്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അദ്വൈത് നായർ എന്ന് പറഞ്ഞ ആളാണ് ഇതിനകത്ത് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ടീംസ് നമ്മുടെ സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റർ ആയാലും എല്ലാവരുടെയും അവർ കൊടുത്തേക്കുന്ന വർക്ക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പടത്തിനെ ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ കഥ നമ്മൾ വലിയ രീതിയിൽ നോക്കില്ല. പക്ഷേ ഈ രീതിയിൽ പടം കണ്ട നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. നമുക്കൊരു ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ എല്ലാവരുടെയും ക്യാമറസിലൂടെയൊക്കെ മൊത്തം പേപ്പർ കീറിയറിയിലൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ മമ്മൂട്ടി വരുമ്പോൾ എന്താവും എന്തോ മൊത്തം കീറിയറിയിലായിരിക്കും പേപ്പറുകൾ. അപ്പോൾ എനിക്ക് എന്തായാലും പടം ഫസ്റ്റ് ഹാഫ് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ഫസ്റ്റ് ഹാഫ് വരെ കണ്ടിട്ട് നമുക്ക് എത്ര റേറ്റിംഗ് കൊടുക്കാൻ ചോദിച്ചാൽ ഒരു 5-ലാണെങ്കിൽ ഞാൻ ഒരു 3.54 കൊടുക്കും, 3.5 കൊടുക്കും. ആ രീതിയിലുള്ള ഒരു ഫസ്റ്റ് ഹാഫ് കൊള്ളാം. കഥ നോക്കി വരല് ഒരു എൻഗേജിംഗ് ആയിട്ട് വേണമെങ്കിൽ വരാം പറ്റിയ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ പടത്തിനെ നല്ല എൻഗേജിങ് ആക്കുന്നുണ്ട് ഈ പടം, അത്രേ പറയുന്നുള്ളൂ. മൊത്തത്തിൽ പറഞ്ഞ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് ഒരു തവണ മാക്സിമം നല്ല ഒരു പ്രാവശ്യം കണ്ടാൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെടാൻ പറ്റിയൊരു സിനിമയായിരിക്കും. സെക്കൻഡ് ഹാഫ് ഈ ടൈപ്പിലായിരിക്കും കഥ പോകുന്നത്, ഈ ടൈപ്പ് ബേസ് ആയിരിക്കും കഥ പോകുന്നത്. പക്ഷേ മലയാളത്തിൽ ഒരു കഥ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഈ WWE ആ റെസ്ലിങ്ങിനെ സംഭവം ബേസ് ആണല്ലോ കഥ പോകുന്നത്. അപ്പോൾ അതിനകത്തൊരു കഥയുണ്ട്, ഈ സിനിമയ്ക്കകത്തൊരു കഥയുണ്ട്. ആ ഒരു കഥ ഒക്കെ വേണമെങ്കിൽ കണ്ടുമടുത്തൊരു കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്താ പറയുക, കുഴപ്പമില്ല, അത്ര തന്നെ. അപ്പോൾ ഇനി നമുക്കിനി സെക്കൻഡ് ഹാഫും കൂടെ കണ്ടിട്ട് ബാക്കി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ കഴിച്ച് ഞാൻ സെക്കൻഡ് ഹാഫ് കണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് പറയുക, എനിക്ക് സെക്കൻഡ് ഹാഫിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് നമ്മുടെ ക്യാമിയോ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തിയേറ്റർ ഈ ക്യാമിയോ ഇപ്പോൾ ഇളകുകയാണെന്ന് വേണമെങ്കിൽ ഇളകി ഏരിയസ് പ്ലസ് മൊത്തത്തിൽ ഇളകി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വിസിലടിയും പേപ്പർ കീറിയറിയിലൊക്കെ ആയിരുന്നു. അത് ക്യാമിയോ ഗംഭീരമായെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ക്യാമിയോ വളരെ കുറച്ച് സമയമുള്ളൂ. നമ്മുടെ സിനിമ തീരുന്നതിൻ്റെ ഒരു 5-10 മിനിറ്റ് മുമ്പാണ് വന്നിട്ടുള്ളൂ. അതായത് ബബ്ബയിൽ മോഹൻലാലിനുണ്ടായതിനെക്കാട്ടിലും കുറച്ച് സ്ക്രീൻ പ്രസൻസേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു അത്രേ ഉള്ളൂ. അപ്പോൾ ഈ മമ്മൂട്ടി വന്നപ്പോൾ ഉള്ള കീറിയറിയിലായിരുന്നു, നമ്മുടെ പേപ്പർ കീറിയറിയിലൊക്കെ ആയിരുന്നു ഇവിടെ. ഞാൻ പറയുന്നു വളരെ കുറച്ച് സ്ക്രീൻ പ്രസൻസേ മമ്മൂട്ടിക്ക് ഉള്ളൂ. പടം ഞാൻ മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു തവണ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ട്സുമായിട്ട് വന്ന ആദ്യത്തെ പ്രാവശ്യം വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇത് ഫാമിലി ഓഡിയൻസിന് എത്രമാത്രം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും ഈ സിനിമ എത്രമാത്രം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഒരു WWE ആ ഫൈറ്റ് ആണല്ലോ, റെസ്ലിംഗ് ടൈപ്പ് ആണല്ലോ. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ കഥയില്ല, കഥ നോക്കി വരരുത്. പക്ഷേ കുഴപ്പമില്ല. ഈ വർഷം എനിക്ക് കണ്ട ഒരു ബെസ്റ്റ് ഒരു വൈബ് പോലെയായിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ല മോശം പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. കുഴപ്പമില്ല, കൊള്ളാം. 2.5 മണിക്കൂറാണ് സിനിമ വരുന്നത്, ലെങ്ത് വരുന്നത്. അതുപോലെ അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, കൊള്ളാം. അതുപോലെ തന്നെ അഭിനയിച്ച ബാക്കിയുള്ള ഒരു വിശാഖ് നായർ, അതുപോലെ നമ്മുടെ മാർക്കോ സിനിമയിലെ വിക്ടർ ഉണ്ടല്ലോ, നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ അനിയൻ, അയാളുണ്ടായിരുന്നു. അവരുടെ ഒരു ഫ്രണ്ട്സ് സെറ്റപ്പിലാണ് കഥ പോകുന്നത്. നമ്മുടെ വിശാഖ് നായർ, ഞാൻ പറഞ്ഞ നിവിൻ പോളിയുടെ മാർക്കോയിലുള്ള അനിയൻ, അതുപോലെ തന്നെ നമ്മുടെ അർജുൻ അശോകൻ, അവരെ ബേസിലാണ് കഥ പോകുന്നത്. അതുപോലെ തന്നെ ഒരു ആങ്കറായിട്ട് ഒരു പയ്യൻ വരുന്നുണ്ട്. ആ പയ്യൻ എനിക്ക് പേര് നോക്കിയിട്ട് കിട്ടിയില്ല. അതും ഗംഭീരമെന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ ടീമിൽ ഈ റെസ്ലിംഗിൻ്റെ ഇടയിൽ ഈ ആങ്കറായിട്ട് വരുന്ന പയ്യനുണ്ട്. അതും അയാളുടെ ആ പയ്യൻ്റെ പ്രസൻസ് കൊള്ളായിരുന്നു.
മൊത്തത്തിൽ പറഞ്ഞ പടം ഒരു പക്ക എൻ്റർടൈൻമെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു വൺ ടൈം, ഞാൻ ആദ്യമേ പറയുന്നത്, ഒരു തവണ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ സിനിമ എന്ന് വേണമെങ്കിൽ പറയും. കുറച്ച് ലാഗുണ്ട്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. കുഴപ്പമില്ല, കൊള്ളാം. ഞാൻ സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടപ്പോൾ പടം മൊത്തത്തിൽ വേണമെങ്കിൽ ഞാൻ 10 ഒരു 7 വേണമെങ്കിലേ കൊടുക്കുള്ളൂ. അത്ര കൊടുക്കാനുള്ളതേ ഉള്ളൂ. കുഴപ്പമില്ല, അത്ര തന്നെ. ക്യാമിയോ ഗംഭീരം. ക്യാമിയോയുടെ നെയിമൊന്നും പേരൊന്നും പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി നിന്ന് കാണുക. ക്യാമിയോ ഗംഭീരം എന്നാണെന്ന് വേണമെങ്കിൽ പറയാം. ക്യാമിയോ ഇതിനകത്തുണ്ട്, ഒരു ക്യാമിയോ ഉള്ളൂ. നിങ്ങൾ പ്രതീക്ഷ ക്യാമിയോ തന്നെ അതിനകത്തുണ്ട്, വേറെ ക്യാമിയോ ഒന്നുമില്ല. ആ ക്യാമിയോ ഗംഭീരമാണെന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്യാമിയോ എന്നാണ് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്ത് പറയാം, നമുക്ക് വീണ്ടും പറയുന്നു, എന്തുവാ, നിങ്ങൾ ഈ സിനിമ കാണാത്ത ആൾക്കാരാണെങ്കിൽ മാക്സിമം തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണുക. ആ ഒരു തിയേറ്റർ വൈബ് എന്തായാലും മിസ്സാക്കരുത്. ആ തിയേറ്റർ തന്നെ വന്നിരുന്ന് കാണുക. ആ ഒരു വൈബ് എന്തായാലും കിട്ടുന്നുണ്ട്. അങ്ങനെ കഴിച്ച ഷോ കണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ പ്രധാനമന്ത്രി നാളെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി മൊത്തം. അപ്പോൾ അതിൻ്റെ നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഷോ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 15-20 മിനിറ്റോളം നമ്മളിവിടെ നിന്ന്. അപ്പോൾ പിന്നെ വേറെ വഴി തിരിച്ച് ആണ് വീട്ടിൽ പോയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എടുത്ത വീഡിയോസിൻ്റെ നേരത്തെ സിനിമ കാണാൻ വന്നതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഈ ഫുട്പാത്തിൽ കൂടെ നടക്കുന്നത്. അപ്പോൾ ഈ ഫുട്പാത്തിൽ കൂടെ നടന്നപ്പോഴും ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മുടെ വിജയുടെ ജനനായകൻ്റെ പോസ്റ്റർ ഇവർ ഇപ്പോഴും മാറ്റിയിട്ടില്ല. അതിന് എന്നാണോ റിലീസ്, എന്തായാലും റിലീസ് വരട്ടെ. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഈ സിനിമയാണോ ബബ്ബ സിനിമയാണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബബ്ബയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. രണ്ടിലും കഥ നോക്കരുത്, പക്ഷേ എനിക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ബബ്ബയാണ്. കാരണം എനിക്ക് ഇതിനേക്കാൾ നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്തു ബബ്ബ. എനിക്ക് ബബ്ബ കണ്ടപ്പോൾ ഒരു ലാഗും ഫീൽ ചെയ്തില്ല. 2.5 മണിക്കൂറും ഒരു ലാഗും ഫീൽ ഇല്ലാതെയാണ് ഞാൻ ബബ്ബ എന്നുള്ള സിനിമ കണ്ടത് ദിലീപിൻ്റെ. അപ്പോൾ ഇത് 2.25 മണിക്കൂറേ ഉള്ളെങ്കിലും കുറച്ച് സീനൊക്കെ എനിക്ക് നല്ല രീതിയിൽ ലാഗ് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ രണ്ടിലും കഥ ടൈപ്പ് നോക്കരുത്, പക്ഷേ എനിക്ക് എന്തോ ബബ്ബയാണ് എനിക്ക് കണ്ടതിലും ഏറ്റവും നല്ല സിനിമയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ ഇതാണോ ബബ്ബയാണ് ചോദിച്ചാൽ പറഞ്ഞു, ബബ്ബ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ബബ്ബയാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയുള്ളൂ. ഇത് കൊള്ളില്ലെന്നല്ല, കൊള്ളാം. പക്ഷേ 2 സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ബബ്ബയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത്രയുള്ള കേസ്. അപ്പോൾ നമുക്കിനി വരുന്ന വീഡിയോസിലൊക്കെ തന്നെ നമുക്കിനി അടുത്ത മൂവീസിൻ്റെ റിവ്യൂസ് ഒക്കെ ഇടാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.